താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഒരുപാട് പേർക്ക് കഴിഞ്ഞ സെഷൻസ് ഉപകാരപ്പെട്ടു എന്നുള്ള മെസ്സേജുകളാണ് ലഭിക്കുന്നത്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഒട്ടനവധി പോയിന്റുകൾ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും അറിയുന്നുണ്ട്. അത് വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. പിന്നെ ചിലർക്ക് എങ്കിലും ഈ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് സംസാരിക്കണം, ഷെയർ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ള ചില മെസ്സേജുകളും കമന്റുകളും കണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക വീഡിയോസ് ചെയ്യാൻ അഡ്വാൻസ് ആയിട്ടുള്ള, നമുക്കറിയാമല്ലോ നമ്മുടെ ചാനലിൽ ഒട്ടനവധി വീഡിയോസ് വളരെ അഡ്വാൻസ് ആയിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം ഇപ്പോഴും മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന്, അവർക്ക് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി അവർ ജീവിതത്തിൽ ഒന്ന് ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ പറ്റാത്ത, അതായത് അതിനുവേണ്ടി ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒട്ടനവധി പേരുണ്ട് എന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബേസിക് ആയിട്ടുള്ള ഈ അറിവുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു സെഷൻസ് അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഒട്ടനവധി പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒട്ടനവധി തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു പോയിന്റാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലവ് അട്രാക്ട് ചെയ്യുന്നെന്നോ അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകളാണ്. ലവിനെ അട്രാക്ട് ചെയ്യാനും ആണ് ഇങ്ങനെ അതിനു വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, വ്യക്തികളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ചില ഒരു സംവിധാനം, അല്ലെങ്കിൽ വളരെയധികം സമ്പത്ത് മാജിക്കലായിട്ട് അട്രാക്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള കുറെ മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതി. അങ്ങനെയാണ് പൊതുവേ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉള്ള രീതി. അത്തരം തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതും കൂടി ഈ ഒരു ബേസിക് സീരീസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലുണ്ട്. അത് കൃത്യമായ എൻ്റെ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് മെസ്സേജുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ജീവിതത്തിന്റെ ഒരു നൗക നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അത് തുഴഞ്ഞു മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഷിപ്പ് അല്ലെങ്കിൽ ഒരു വള്ളമുണ്ട് നമുക്ക്. പക്ഷെ ഇനി എത്ര നന്നായിട്ട് അത് തുഴയാൻ ശ്രമിച്ചാലും, എത്ര നന്നായിട്ട് നമ്മൾ വൈദഗ്ധ്യമുള്ള തുഴച്ചിൽക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു നാവികനാണ് നമ്മളെങ്കിൽ കൂടിയും, നമുക്ക് ആ ഒരു നൗക അല്ലെങ്കിൽ ആ ഒരു നൗകയുടെ നിയന്ത്രണം നമുക്ക് നന്നായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ കൂടിയും, അത് നിലനിൽക്കുന്ന സമുദ്രം ശാന്തമല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര മികച്ച രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ആ ഒരു വള്ളം അല്ലെങ്കിൽ ആ നൗക അല്ലെങ്കിൽ ആ ഒരു കപ്പല് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെയാണ് സത്യത്തിൽ നമ്മുടെ ഒരു ജീവിതം. നമ്മുടെ ജീവിത നൗകയെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോഴും നമ്മളൊരു അഗാധമായ ഒരു ബൃഹത്തായ ഒരു സമുദ്രത്തിലും കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കാവ്യാത്മകമായിട്ട് പറയാം. ആ സമുദ്രമുള്ളത് നമ്മുടെ ഉള്ളിലാണ്. ആ സമുദ്രമുള്ളത്. ആ സമുദ്രത്തെ നമുക്ക് ശാന്തമാക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മളുടെ ജീവിത നൗകയും ഒരിക്കലും ശാന്തമായി നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു ഹെഡിങ്ങിൽ ആണെങ്കിൽ കൂടി ഈ ഒരു സബ്ജക്ട്, ഈ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ആഴത്തിൽ അറിവുകൾ നേടുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് ആ ഉള്ളിലെ ആ ഒരു മഹാസാഗരത്തെ, പ്രക്ഷുബ്ധമായ മഹാസാഗരത്തെ ആദ്യം ഒന്ന് ശാന്തമാക്കുകയാണ്. അതൊന്ന് ശാന്തമാക്കി കൃത്യമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട്, ഞാൻ മെസ്സേജസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴും മെസ്സേജസ് കാണില്ല, ഞാൻ അവസാനം നോക്കാം. നമ്മൾ ആ ഒരു മഹാസമുദ്രത്തെ
നമ്മൾ ശാന്തമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിത നൗകയെ നമുക്ക് സുഗമമായി ഈസി ആയിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ശ്രമിക്കാനുള്ളത്. അല്ലാതെ നമ്മളിനി എത്ര നന്നായിട്ട് ബോട്ട് ഓടിക്കാൻ പഠിച്ചാലും കപ്പൽ ഓടിക്കാൻ പഠിച്ചാലും കപ്പൽ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് സമുദ്രം പ്രക്ഷുബ്ധമാണെന്നുണ്ടെങ്കിൽ അത് കുലുങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം നമുക്ക് സമുദ്രത്തെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ ആ കപ്പലിനെ നമുക്ക് ഈസി ആയിട്ട് നയിക്കാൻ പറ്റും. ആ ഒരു സമുദ്രത്തെ നമുക്ക് ശാന്തമാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ആദ്യം അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കാനുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷനുകൾ ചെയ്യുന്നത്. താങ്ക് യുവിൻ്റെ ആ ചാൻറ്റിങ് മെഡിറ്റേഷൻ കൃത്യമായി ചെയ്യുന്നവർക്ക് ഉള്ളിൽ ലഭിക്കുന്ന ആ കൃത്യമായ ശാന്തത സത്യത്തില് ഉള്ളിലെ ആ ഒരു പ്രക്ഷുബ്ധമായ സമുദ്രത്തെ ശാന്തമാക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാന്തതയാണ് എന്നുള്ളതാണ്. ആ ശാന്തത യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കത്തക്ക വിധം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ മനസ്സ് ശാന്തമല്ലേ ഇപ്പോൾ? കുറച്ച് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? മനസ്സ് ശാന്തമാകും. മ്യൂട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്താൽ ജസ്റ്റ് ഒന്ന്. താങ്ക് യു സോ മച്ച്. അതായത് നമുക്ക് ആ ഒരു ശാന്തത നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഒതുക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഡെയിലി ബേസിസിൽ ആ ഒരു പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ എപ്പോഴും എല്ലാ സെഷൻസിന്റെ തുടക്കത്തിൽ പറയുവാൻ കാരണം അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെ ക്രിയാത്മകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചില സ്റ്റെപ്പുകളാണ്. ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു സെഷൻസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ദി ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനപരമായി ദി ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുവാൻ നമ്മൾ ആദ്യം ചെയ്യുവാനുള്ളത് നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് കേട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതൊരു പുതിയ ടേമായിട്ട് തോന്നുമെങ്കിലും അത് സത്യത്തില് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് തന്നെയാണത്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ നിയന്ത്രണത്തിന്റെ ആന്തരികമായ സ്വാധീനം എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു പോയിന്റ്, നിയന്ത്രണത്തിന്റെ ആന്തരികമായ സ്വാധീനം, ഇന്റേണൽ ലോക്കസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ആന്തരികമായ നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ മനസ്സിലെ ഇമേജസുമാണ് നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങളാണ് നമ്മുടെ പുറത്തുള്ള മാറ്റങ്ങൾക്ക് കാരണമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിച്ചാലല്ലാതെ നമുക്ക് ദി ലോ ഓഫ് അട്രാക്ഷനെ കൃത്യമായിട്ടും എളുപ്പത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ആന്തരികമായ നിയന്ത്രണത്തിന്റെ ആന്തരികമായ സ്വാധീനം. അതായത് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മുടെ ആന്തരികമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള അതായത് വേറൊന്നുമില്ല, നമ്മുടെ അകം ലോകത്തിൽ നിന്നാണ് നമ്മുടെ പുറം ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്നൊരു പോയിന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇനി ഒരു ആധികാരികമായ ചില ഒരു വാക്കുകളിലൂടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതെ നമ്മൾ കുറച്ച് ചില പോയിന്റുകളിലൂടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്തൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഇത് വെറുതെ പറയുന്നതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡെഫിനേഷന് വേണ്ടി ആ ഒരു വാക്കുകൾ കൊണ്ടുവന്ന് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇന്റേണൽ ലോക്കസ് ഓഫ്, എൻ്റെ ആന്തരികമായ നിയന്ത്രണം,
ആണ് എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണത്തിന് സുപ്രധാനമായ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള വിശ്വാസം. അല്ലാത്തവർ രണ്ട് തരത്തിലുള്ള അത് നമ്മൾ കൃത്യമായി നമ്മൾ നടപ്പിലാക്കി നമ്മൾ ആ ഒരു കാര്യം നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ വേൾഡ് നമ്മുടെ നിയന്ത്രണത്തിലാകും. അല്ലാത്ത പക്ഷം നമ്മൾ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, അതായത് ബാഹ്യമായ നിയന്ത്രണത്തിന്റെ ബാഹ്യമായ സ്വാധീനം വേറൊന്നുമല്ല, പുറം ലോകമാണ് എൻ്റെ പുറം ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്ന അടിയുറച്ച വിശ്വാസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിനി എന്തെല്ലാം ടെക്നിക്കുകൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ആയാലും ഇനി എന്തിൻ്റെ ആയാലും സ്പിരിച്വൽ പ്രാക്ടീസുകൾ എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും ഇത് നമ്മുടെ ജീവിതത്തിൽ വർക്കാവാൻ പോകുന്നില്ല. അതാണ് ഈ ഒരു പോയിന്റ് എഴുതിയിട്ട് അടിവരയിട്ട് നമ്മളെ മനസ്സിലിട്ട് കോറിയിട്ട് പഠിക്കണം. ആദ്യം നമുക്ക് വേണ്ടത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ ആന്തരികമായ നമ്മുടെ അകം ലോകമാണ് നമ്മുടെ പുറം ലോകം സൃഷ്ടിക്കുന്നത് എന്നുള്ള ശക്തമായ വിശ്വാസം. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിന് ഒരു ഉദാഹരണം, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോള് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഘടകങ്ങളാണ്, സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ വിക്റ്റിമായി പോണത്. ജീവിതത്തിന്റെ ഇരയായിപ്പോ നമ്മൾ അതിനൊരു ഉദാഹരണം കഴിഞ്ഞ സെഷൻ ലാസ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സുഹൃത്ത് ചോദിച്ചാണ്, ആ സുഹൃത്തിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഞാനൊരു ജോലിയിൽ കയറി, ആ ജോലിയിൽ കയറി നന്നായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ നെഗറ്റീവായ ഇൻഫ്ലുവൻസ് മൂലം എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അതിൻ്റെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നെഗറ്റീവായ എക്സ്റ്റേണൽ ആണത്. അതായത് ജീവിതത്തിൽ ആ ഒരു കാര്യം നെഗറ്റീവായ ആളുകളുടെ ഇൻഫ്ലുവൻസ്, പുറമേ ഉള്ള ആളുകളാണ് എൻ്റെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്. എൻ്റെ ജോലി വേണമെന്നോ അല്ലെങ്കിൽ ജോലി നിലനിൽക്കണമെന്നോ ജോലിയിൽ പ്രൊമോഷൻ കിട്ടണമെന്നോ എല്ലാം നിശ്ചയിക്കുന്നത് പുറമേ ഉള്ള ആളുകളാണ് എന്ന് വിശ്വസിക്കുന്നതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. സ്ട്രോങ് ആകുമ്പോഴാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസം നമ്മൾ നിലനിർത്തിക്കൊണ്ട് ലോ ഓഫ് അട്രാക്ഷനെ മനസ്സിലാക്കുവാൻ നിൽക്കരുത്. അത് നമുക്ക് വർക്കൗട്ട് ആവില്ല. അതാണ് നമ്മുടെ ആ ഒരു ജോലി ആ വ്യക്തിക്ക് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അതാണ് പറയുന്നത്, ഇന്റേണൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അകം ലോകത്ത് നിങ്ങളുടെ അതിനനുസരിച്ചുള്ള ഒരു രീതി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജോലി അർഹമല്ലാത്ത രീതിയിൽ അവിടെ തുടരുവാനും അത് നഷ്ടപ്പെടുവാൻ, ആ ജോലി നമ്മളിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ചിലർ അവിടെ നിമിത്തമായി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. എല്ലാ കാര്യത്തിനകത്തും ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പുറം ലോകത്ത് സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും നമ്മുടെ അകം ലോകത്ത് ഒരു കാരണമുണ്ട് എന്ന് ഒരു വിശ്വാസമാണ് ദി ലോ ഓഫ് അട്രാക്ഷന് ആദ്യമേ നമുക്ക് വേണ്ടത്. അവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഭാഗ്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ, ഭാഗ്യം കൊണ്ടാണ് അത് ലഭിച്ചത്, ഭാഗ്യമാണ് ഇതിന് പിന്നിൽ കാരണം, ഭാഗ്യം കൂടി വേണം എന്ന് പലരും പറയാറുണ്ട്. അത് നമ്മളെ സത്യത്തിൽ നിരുത്സാഹപ്പെടുത്തുന്നു അത്തരം വാചകങ്ങളൊക്കെ. ഭാഗ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചിന്തയിലേക്ക് വരും. നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല. എത്ര കഠിനാധ്വാനം ചെയ്താലും ശരി തന്നെ എനിക്ക് ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതൊക്കെ നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ വാചകങ്ങളാണ്. ആ അപ്പൊ താഴേക്കുന്നവർ ചിന്തിക്കും, എന്തോ അപ്പൊ എനിക്ക് ഭാഗ്യം, ഞാൻ എത്ര നന്നായിട്ട് അധ്വാനിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഭാഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു ചൊല്ലുണ്ട്, ഭാഗ്യത്തെ ആശ്രയിക്കുന്നവർക്കെതിരെയാണ് എപ്പോഴും ഭാഗ്യം നിലകൊള്ളുന്നത്. മനസ്സിലായില്ലേ? ഭാഗ്യത്തെ ആശ്രയിച്ച് എതിരെ എപ്പോഴും ഭാഗ്യം നിലനിൽക്കുന്ന ഒരു ചൊല്ല്. എപ്പോഴും ആരാണ്, അതാണ് ഭാഗ്യക്കുറി എടുത്താലും അടിക്കാതെ. മനസ്സിലായില്ലേ? അത് ഭാഗ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാണ്. അങ്ങനെയല്ല, ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്താൽ ഭാഗ്യം പിന്നെ തിരിഞ്ഞ് പോകും. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയാണ് ആദ്യം നമ്മൾ അപ്പൊ സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിനെ സ്ട്രെങ്തൻ ചെയ്യുവാനുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആ ഒരു കറക്റ്റ് ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ശക്തമായി എത്തുക എന്നുള്ളത്, ആ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുത്തേ പറ്റൂ, ഉള്ളിലകത്ത് നമ്മൾ തറപ്പിച്ചേ പറ്റുള്ളൂ. അതിന് നമ്മൾ എത്ര ആഴത്തിൽ വേണമെങ്കിൽ ഈ സബ്ജക്ട് പഠിക്കാൻ തയ്യാറാണ്. ആ ഒരു
ബോധ്യത്തിലേക്ക് എത്തുവാൻ തയ്യാറാകണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഇത് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ വേണ്ടത് നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇക്കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടായിട്ട് മാനിഫെസ്റ്റേഷൻസ് നടക്കാതെ വരുന്നതിന് പ്രധാന കാരണം. നമുക്ക് ആ കാര്യങ്ങൾ ലഭിക്കാതെ വരുന്നതിന് പ്രധാന കാരണം. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടനവധി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നല്ല ഒരു ജീവിതത്തിൽ നല്ല നിറവോടുകൂടി ഒട്ടനവധി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ ആ ആഗ്രഹങ്ങൾ എന്തൊക്കെ ആകണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകണം. അതാണ് പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ സ്വയം ഒന്ന് അവലോകനം ചെയ്യുകയും വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ നടപ്പിലാകുവാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം ആരുടെ ആഗ്രഹമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ആഗ്രഹം, നമുക്കൊരു ആഗ്രഹം, നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം, അത് അല്ലെങ്കിൽ ഒരു വാഹനം വേണം. നമ്മൾ അപ്പുറത്തെ ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് നല്ലൊരു വാഹനം ഉള്ളത് കൊണ്ട് എനിക്കും അതുപോലെ ഒരു വാഹനം വേണം. ഇന്ന ഒരാൾക്ക് നല്ല ബിസിനസ് നടത്തി സക്സസ് ആയത് കൊണ്ട് എനിക്കും അതുപോലെ ഒരു ബിസിനസ് നടത്തണം. അത്തരം ചിന്തയാണോ, അത്തരം ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത്? അതോ നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി ഉള്ളിലുണ്ടല്ലോ, ആ വ്യക്തിയുടെ യഥാർത്ഥ ആഗ്രഹമാണോ അത് എന്നുള്ളത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, പലരും ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു പോയിന്റാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളിലുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഒരു ചില താല്പര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. ആ വ്യക്തിയുടെ പേഴ്സണലി ഉള്ള താല്പര്യങ്ങൾ ഈ ഒരു കാര്യത്തിനകത്ത് നമ്മുടെ ഈ ആഗ്രഹത്തിൽ ഉണ്ടോ, നമ്മുടെ ഈ സൃഷ്ടിച്ചിരുന്ന ക്ലാരിറ്റിയോടെ എഴുതുന്ന ആഗ്രഹത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഒരു നിമിഷം ആലോചിക്കണം. ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യം, അതായത് നമ്മുടെ തന്നെ, നമുക്ക് വേണ്ടി നമ്മൾ കുറച്ചു നേരം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാൻ, നമുക്ക് നമ്മോട് തന്നെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ, നമുക്ക് നമ്മെ തന്നെ ഹീല് ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം ഒന്ന് ചോദിക്കാൻ. നമ്മൾ ഈ 24 മണിക്കൂറിൽ മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ സ്വയം ചോദിക്കണം, നിനക്ക് എന്താണ് വേണ്ടത്? നീ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ നിന്റെ തന്നെ ആഗ്രഹമാണോ, അതോ മറ്റു ചിലരുടെ ആഗ്രഹങ്ങളുടെ സ്വാധീനത്തിന്റെ പുറത്ത് നീ എഴുതി വെച്ചതാണോ എന്നുള്ളത്. ആ ഒരു ചോദ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള, നമ്മുടെ യഥാർത്ഥ ഞാൻ്റെ ആഗ്രഹത്തിന് മാച്ചാകുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ആ കാര്യം നമ്മളിലേക്ക് അത് എത്രയും വേഗം മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുമിച്ച്, അകത്തുള്ള എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇത് അല്ലാതെ വേറെ ചിലരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വേറെ ചിലർ വിജയിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ആ ഒരു ആഗ്രഹം അതുപോലുള്ള ചില കാര്യങ്ങൾ നമുക്കും വേണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സ്വാധീനങ്ങൾ കണ്ടിട്ട്, അല്ലെ മറ്റുള്ള വ്യക്തികളുള്ള ചില ഒരു വാശിയുടെ പുറത്ത് ഒക്കെ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കണം. നല്ലത് തന്നെ, അത്യാവശ്യം വർക്ക്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യമാണോ എന്നുള്ളത് സ്പിരിച്വലി വളരെയധികം നമ്മൾ സ്വയം ചെക്ക് ചെയ്യുന്നത്, അത് നമ്മുടെ ആഗ്രഹത്തിലെ മാനിഫെസ്റ്റേഷനെ വളരെയധികം സഹായിക്കും, സ്മൂത്താക്കും. സബ് കോൺഷ്യസ് മൈൻഡിന് യാതൊരു വിധമായ കൺഫ്യൂഷനും ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വേണമായിരുന്നോ എന്നുള്ളൊരു സബ്ലിമലി ഉള്ള മെസ്സേജുകൾ കൊടുത്ത് ചിലപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് കൗണ്ടർ ചെയ്തിട്ട് ആ ആഗ്രഹത്തിൽ അതാണ് മാനിഫെസ്റ്റേഷൻ പലപ്പോഴും ബ്ലോക്കുകൾ വരുവാനുള്ള പ്രധാന കാരണം. ആ പോയിന്റ് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ, മറ്റൊരു സുപ്രധാന പോയിന്റ്, നമ്മൾ
ഈ ഒരു ആഗ്രഹങ്ങൾ നമ്മൾക്ക് കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലാരിറ്റിയോട് കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ നേടിക്കഴിഞ്ഞതായിട്ടുള്ള വിഷ്വലൈസേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അക്കാര്യം നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആണല്ലോ അല്ലേ? പലർക്കും വിഷ്വലൈസേഷൻ ചെയ്യാൻ ചിലർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. ആ ഒരു ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, ആ വിഷ്വലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി, ക്ലാരിറ്റിയോട് കൂടി നന്നായിട്ട്. ആ ഒരു കാര്യം, ആ ഒരു എൻഡ് റിസൾട്ട് നമ്മൾ നേടിക്കഴിയുമ്പോൾ, ആ ഒരു ആഗ്രഹം നേടിക്കഴിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് വിഷ്വലൈസേഷൻ. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ആ ഒരു കിട്ടിക്കഴിഞ്ഞ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സകല സെൻസും ഉപയോഗിച്ച് ഫീൽ ചെയ്ത് കാണുമ്പോഴാണ് അത് യഥാർത്ഥ രീതിയിൽ വിഷ്വലൈസേഷൻ ആകുന്നത്. നമ്മുടെ ഓരോ ആഗ്രഹവും അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതാണ് പ്രധാനം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, എന്നാലും അത് പറയുന്നതാണ്. അടുത്ത ഒരു പോയിന്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ ഒരു പ്ലാനും തയ്യാറാക്കണം, അതൊരു ആക്ഷൻ എടുക്കണം. ചെറിയ രീതിയിൽ ഒരു പ്ലാൻ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതിനോടൊപ്പം തന്നെ ചെറിയ ആക്ഷൻസ് നമുക്ക് ഉള്ളതുപോലെ കഴിവിന്റെ ആ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് ഒരു ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കരുതും നമുക്ക് എല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതായത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ആക്ഷൻ എടുത്ത് തുടങ്ങാവൂ എന്നുള്ള ഒരു തോന്നലാണ്. അതേസമയം അങ്ങനെയല്ല. നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹവും നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കൃത്യമായ പ്ലാനിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ വഴികൾ തെളിഞ്ഞു വരുമെന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഈ ഒരു ചാനലൊക്കെ തുടങ്ങുന്നതിന് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആശയം വരുമ്പോൾ, ഞാൻ നല്ല തിരക്കുള്ള ഒരു ജോലിയിൽ അല്പവും സമയമില്ലാത്ത ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് വലിയൊരു ആഗ്രഹം ആണ്, എനിക്കിതുപോലെ ഈ ആശയങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കണം, എനിക്കൊരു ചാനൽ തുടങ്ങണം, എനിക്ക് എൻ്റെ അറിവുകളൊക്കെ എത്തിക്കണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത്, പക്ഷെ എനിക്ക് അല്പം പോലും അതിനുള്ള സമയമില്ല. പക്ഷെ അപ്പോഴും ഞാൻ സ്പോട്ടിൽ ഒരു ആക്ഷൻ എടുത്തത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് തുടങ്ങുകയാണ് ഈ ഒരു പേരിൽ. അപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് തുടങ്ങിയിട്ട് അതിനകത്ത് ഈ സമാനമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളെയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് തന്നെ ആഡ് ചെയ്ത് കുറേ പേര് അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിനകത്ത് മെല്ലെ ഈ കോഡ്സ് ഉണ്ടല്ലോ, നല്ല മഹാന്മാർ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട ടീച്ചേഴ്സിൻ്റെ എല്ലാം കോഡ്സ് മലയാളത്തിലാക്കിയിട്ട് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്, അതായത് എന്നെ കൊണ്ട് അപ്പോഴതേ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഞാനത് ചെയ്തു. പക്ഷെ അത് ഞാൻ ചെയ്യാതെ ഞാൻ എന്തെങ്കിലും കാലത്ത് ഈ ജോലിയൊക്കെ ഒന്ന് ഒഴിവാക്കി റിസൈൻ ചെയ്ത് പൈസയൊക്കെ ആയതിനു ശേഷം എൻ്റെ ഈ ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാം എന്ന് നിന്നാൽ ഒരുപാട് എവിടെയും എത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് പിന്തള്ളപ്പെട്ടു പോയത്. ഇപ്പോഴങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നിരുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഒരു 4-5 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ ഒട്ടനവധി ചാനലുകളൊക്കെ വന്നപ്പോൾ ഞാനൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ വളരെയധികം പിന്നോട്ട്, ഇനി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടായിരുന്നു. അതേസമയം അന്ന് ആ ഉള്ളത് വെച്ച് കയ്യിലൊരു കമ്പ്യൂട്ടറിനകത്തൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് താല്പര്യമുള്ള ആളുകളെ ആഡ് ചെയ്ത് കോഡ്സ് ഷെയർ ചെയ്ത് ആഴ്ചകളും മാസങ്ങളും കടന്നു പോയപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടതിന് ശേഷം ആ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ പേര് വന്ന് അതിനകത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് ഓരോ ഘട്ടം മുന്നോട്ട് വരുന്നതനുസരിച്ച് വഴികൾ തെളിഞ്ഞ് വരും. നമുക്ക് കൂടെ നിൽക്കാൻ ആളുകൾ വരും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരും, നമ്മളെ ഇഷ്ടപ്പെടാൻ ആളുകൾ ഉണ്ടാകും. അങ്ങനെ വരും മുന്നോട്ട് വരുന്നതനുസരിച്ച്. അല്ലാതെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് തുടങ്ങൂ എന്നൊരു ഏതൊരു കാര്യമായാലും നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വെക്കാൻ പറ്റും. നമുക്കൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങി വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും അല്പാൽപമായി മുന്നോട്ട് നീങ്ങണം. നമ്മൾ പറയുന്ന പോലെ ഒരു
ടോർച്ച് നമ്മൾ 2 കിലോമീറ്റർ ഇരുട്ടത്തൂടെ യാത്ര ചെയ്യാൻ നമ്മൾ ഒരിക്കലും ടോർച്ച് 2 കിലോമീറ്റർ നീട്ടിയല്ലല്ലോ അടിച്ചു പിടിക്കുന്നത്. നമ്മൾ തൊട്ട് ഫ്രണ്ടിലല്ലേ അടിക്കുന്നത്. അവിടെ വെളിച്ചം തെളിഞ്ഞ് നമുക്ക് വഴി തെളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ കാര്യവും. നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തൊന്ന് മുന്നോട്ട് പോകണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നതാണ് എപ്പോഴും. ആ ഒരു വിശ്വാസം എപ്പോഴും വേണം. നമ്മളെ തടയാനല്ല ശ്രമിക്കുന്നത്. നമ്മളെ എങ്ങനെയെങ്കിലും ഈ ഒരു ജീവിതം ഒരു ഏറ്റവും മികച്ച ഒരു ജീവിതമാക്കി, ഒരു സഫലമായ ഒരു ജീവിതമാക്കി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം. അതിനെയാണ് നമ്മൾ സംശയിച്ച് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും, മുന്നോട്ട് പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു ഉറച്ച വിശ്വാസം വെച്ചിട്ട് നമ്മൾ ഈ നിമിഷം തൊട്ട് ഇവിടെ ടോർച്ച് അടിച്ചടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ അകലെയാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വരെ മുഴുവനായി വെട്ടം കിട്ടിയാൽ മാത്രമേ ഞാൻ ഇറങ്ങി പുറപ്പെടൂ എന്ന് ചിന്തിക്കുന്നത് അത് കറക്റ്റായ ഒരു രീതിയല്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക, ബാക്കിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്ത് നിന്നും ഒരുങ്ങി വരിക എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കുള്ളൂ. മറ്റൊന്ന്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൃത്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ലക്ഷ്യം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തമായിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ എങ്ങനെയാണ് സ്വന്തമായിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കുന്നത്. ആ ഒരു അഫർമേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം. നമുക്കത് കൃത്യമായിട്ട് നേടാൻ കഴിയും. അതിന് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഒരു 3 അഫർമേഷൻ എഴുതിക്കോളൂ. ജസ്റ്റ് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ എഴുതിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കണം. ഈ അഫർമേഷൻസ് ഉണ്ടാക്കിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമാക്കി ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. നമുക്ക് പണ്ട് കിട്ടിയിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകളും ഉണ്ട്. ആ ബ്ലോക്കുകൾ നമുക്ക് എതിരെ കൗണ്ടറായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കില്ല, ഇത് നടക്കാനൊന്നും പോകില്ല, നീ വെറുതെ നീ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഇപ്പോഴത്തെ ആ ഒരു കംഫർട്ടായിട്ടുള്ള സംവിധാനത്തിൽ ഒതുങ്ങിക്കോ എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും ഉള്ളിൽ നിന്ന് ആ ഒരു ബ്ലോക്ക് അവിടെ ഉള്ളിടത്തോളം കാലം അത് ഈ മെസ്സേജസ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമായ അഫർമേഷൻസ് കൃത്യമായി നമ്മൾ സൃഷ്ടിച്ച് അതിന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. അത് നമുക്ക് ജനറലി നമ്മൾ പറയാൻ തരുന്ന നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിജയത്തെയും സമൃദ്ധിയെയും ആകർഷിക്കുന്നു, സുഗമമായി ആകർഷിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിജയത്തെയും സമൃദ്ധിയെയും സുഗമമായി ആകർഷിക്കുന്നു. എനിക്കുള്ള എല്ലാ നന്മകളോടും എനിക്ക് നന്ദിയുണ്ട്. എനിക്കുള്ള എല്ലാ നന്മകളോടും എനിക്ക് നന്ദിയുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ജീവിതത്തിലുള്ള നമ്മൾ ആ ഒരു ജീവിതത്തിൽ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മൾ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഇതുവരെയുള്ള ആ ഒരു ഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒട്ടനവധി ക്രിയാത്മകമായ പ്രവർത്തികൾ ചെയ്താണ് വളരെ സക്സസ്ഫുള്ളായാണ് ഇതുവരെ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിഷയമുള്ളത്. നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നേടിക്കഴിഞ്ഞു. നമ്മളതൊന്നും വാല്യൂ ചെയ്യില്ല. നമ്മൾ വലിയ സക്സസ്ഫുള്ളായ ആളാണ് സത്യത്തിൽ. നമ്മൾ ഈ കോവിഡ് പോലുള്ള മഹാമാരി നമ്മൾ അതിജീവിച്ചില്ലേ? നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എത്ര എക്സാംസ് നമ്മൾ എഴുതി. നമ്മൾ ഇതുവരെ ചിലതൊക്കെ പരാജയപ്പെട്ടു പോകാം, ഓക്കെ. എന്നാലും നമ്മൾ അതിനു മുമ്പ് എത്ര എണ്ണം വിജയിച്ചു, എത്രയോ പഠിച്ചു, എത്ര കാര്യങ്ങൾ നമ്മൾ നേടി. നമ്മൾ നേടിയ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേടാത്ത കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത് നേടാത്ത കാര്യങ്ങൾ മാത്രമാണ്.
അതിലാണ് നമ്മൾ പെട്ടുപോണത്, പരാജയപ്പെട്ടു പോണത്. നമ്മൾ നേടിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക, അതിന് നന്ദി പറയുകയും ചെയ്യണം. അതാണ് എനിക്കുള്ള എല്ലാ നന്മകളോടും എനിക്ക് നന്ദിയുണ്ട്. അത് നമ്മൾ ഒരു അഫർമേഷനായിട്ട് നമ്മൾ ഡെയിലി പറയണം. കാരണം നമ്മളെ സ്വയം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് രണ്ടാമത്. നമ്മളത് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മളെ മനസ്സിനകത്ത് എന്തിനും, നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ വിമർശനം ഒഴിവാക്കണമെന്നുള്ളത് ഞാൻ ഈ ഒരു സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു. അത് ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ടോ ജസ്റ്റ് ഒന്ന് കാണാൻ ഒരാഗ്രഹം. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാമോ? വിമർശനം, താങ്ക് യു സോ മച്ച്. വിമർശനം ഒഴിവാക്കണമെന്നുള്ള പറഞ്ഞിരുന്നത് അത് താങ്ക് യു. കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുമ്പോൾ നമ്മൾ അതിനൊന്നും നന്ദി പറയാതെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകൾക്കോ അല്ലെങ്കിൽ ചെറിയ കുറ്റങ്ങൾക്കും കുറവുകൾക്കും ചുറ്റുവട്ടത്ത് കാണുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞതിനും കുറ്റപ്പെടുത്തി വിമർശിക്കുന്ന ഒരു സ്വഭാവം നിർത്തുമ്പോൾ തന്നെ നമ്മൾ സുഗമമാവും, ഉള്ളുകൊണ്ട് ഒരുപാട് സുഗമമാവും. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതെല്ലാം സ്മൂത്താക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിപ്പം നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സണൽ മെഡിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു താങ്ക് യു എന്നുള്ള ചാൻറ്റിങ് മെഡിറ്റേഷൻ അത്യധികമായ പവർഫുള്ളാണത്. അത് നിങ്ങൾ ചെയ്യുക. അത് ആ ഒരു മെഡിറ്റേഷൻ ആക്കി തന്നെ ചെയ്യുക. അത് 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന 1000 ടൈം ഒക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സ് കൂളാകും. ആ കൂളിങ്ങിൽ ബേസ് കൊണ്ട് നമ്മളെ ഉള്ളിലെ സമുദ്രം ശാന്തമാകും. സമുദ്രം ശാന്തമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈസിയാകും. ബ്ലോക്കുകൾ ഒരുപാട് മാറും. നമുക്ക് നല്ല രീതിയിലുള്ള ഈ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ആകർഷിക്കുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് കരുതുന്നത്. ഈ ഒരു പോയിന്റ്, അതിനകത്ത് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനസ്സിലാക്കണം. അതായത് നമ്മുടെ നിയന്ത്രണത്തിന്റെ ആന്തരിക സ്ഥാനം, അതായത് അറിയാലോ, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ആ ഒരു കാര്യം ശക്തിപ്പെടുത്തുക. ആ ഒരു കാര്യത്തിനകത്ത് ഇനി ഒരു സംശയവും പാടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊരു വിഷയം വന്നാലും സ്പോട്ടിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് നമ്മുടെ തന്നെ ഉള്ളിന്റെ വിഷയമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ലൈഫിനകത്ത് കുറച്ച് പേഴ്സണലി ഒരു 1-2 ചെയിൻ പോലെ 2 നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടായി. ഒരു സ്ഥാപനത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ആ കാര്യം അവർ കൃത്യമായിട്ട് ചെയ്തു തന്നില്ല എന്ന് മാത്രമല്ല, അവർ വിളിച്ചപ്പോൾ അവർ റഫായിട്ട് പെരുമാറുന്ന രീതിയിൽ ഫോണൊക്കെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് പോകുന്ന രീതി. രണ്ടാമത് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് അപ്സെറ്റ് ആകും. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് അവരുടെ അടുത്ത് എന്താണ് അങ്ങനെ ചെയ്യുന്നത്, അവർക്ക് ക്യാഷ് തന്നിട്ടല്ലേ ഒരു കാര്യം ഏൽപ്പിച്ചത് എന്നൊക്കെ തോന്നാം. ഒരു നിമിഷം ആലോചിച്ച് അതല്ല അതിന് വേണ്ടത്. അതിനോട് റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, അതിനോട് റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്, അതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒരു നിമിഷം ആലോചിക്കണം, എന്താണ് അവിടെ സംഭവിച്ചത്. ഒരു നിമിഷം. റിയാക്ഷൻ വരുന്നത് എപ്പോഴും, റിയാക്ട് ചെയ്യുന്ന പ്രതികരണം, എന്തിനോട് ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തത്തുല്യമായ മറുപടി തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതിന് നമ്മളോട് മോശമായി പെരുമാറിയാൽ തിരിച്ചതുപോലെ മോശമായി പെരുമാറും. അതിനാണ് പ്രതികരണം, റിയാക്ഷൻ. അത് ഈഗോയിൽ നിന്നാണ് വരുന്നത്. അത് നമുക്ക് ഒരിക്കലും നേട്ടം തരില്ല. പകരം റെസ്പോണ്ട് ഈസ് കമ്മിങ് ഫ്രം വിസ്ഡം. നമ്മൾ അനുചിതമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസിന് ഞാൻ വരാം കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതായത് വിസ്ഡം, മനസ്സിലായില്ലേ? അതായത് വിസ്ഡത്തിൽ നിന്നാണ് നമുക്ക് ഈ റെസ്പോണ്ട് വരുന്നത്. നമ്മൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായി, എൻ്റെ ഉള്ളിനകത്ത് എന്തോ നെഗറ്റീവായിട്ടുള്ള സംഭവം ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഉള്ള ഹാർമോണിയസ് അല്ലാത്ത പ്രതികരണം ആ വ്യക്തികളിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഉള്ളത് ഞാൻ കണ്ടുപിടിച്ചു. പേഴ്സണലി ഉള്ള ഒരു ചെറിയൊരു വിഷയമായിരുന്നു. അത് ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ടത് ഹീൽ ചെയ്തപ്പോൾ ആ സബ്ജക്റ്റ് അവിടെ മാറുകയും ചെയ്തു. ആ ഒരു വിഷയം എനിക്ക് കൃത്യമായിട്ട്
അവിടെ നിന്ന് ഹീലായി മാറുകയും ആ സബ്ജക്റ്റ് അവിടെ മാറുകയും ചെയ്തു. അതേസമയം ഞാൻ ആ ഒരു വ്യക്തിയോട് എക്സ്റ്റേണലി ആണ് അതിനോട് ഞാൻ പ്രതികരിക്കാന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് പ്രതികരിക്കാൻ പോവുകയും ചെയ്യും. അത് സംഭവിക്കാൻ പോകുന്നത് അത് എനിക്ക് കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് കാരണമാവും. അതിന്റെ റിയാക്ഷനായിട്ട് പിന്നെയും ലൈഫിൽ കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ലൈഫിനകത്ത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റേണലി അതിനെ ഉടനെ നമ്മൾ സ്വയം വിലയിരുത്തണം. അതുകൊണ്ട് ഉടനെ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഉടനെ അതിനെ റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്, ഒരു നിമിഷം ആലോചിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്നാണ് കരുതുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് ചോദിക്കാം. സാർ ഇപ്പൊ പറഞ്ഞില്ലേ സ്വന്തം അപ്പൊ തന്നെ ഹീൽ ചെയ്യുക ചെയ്തതെന്ന്. അപ്പൊ നമ്മൾ ഈ താങ്ക് യു പോലത്തെ മെഡിറ്റേഷൻ ആണ്. യെസ്, തീർച്ചയായിട്ടും അതുപോലത്തെ ഫർഗീവ്നെസ്, താങ്ക് യു പോലത്തെ മെഡിറ്റേഷൻസ് ഉപയോഗിച്ചിട്ട് ഇന്നർ ഹീൽ ചെയ്ത് ഉള്ളിനെ തണുപ്പിക്കണം. താങ്ക് യു അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മൾ ആരോടെങ്കിലും മുൻകാലങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പെരുമാറിയതിന്റെ ഒരു റിയാക്ഷനായിട്ടാണ് സത്യത്തിൽ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടായത് എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നത്. അതിനാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ അകം ലോകത്ത് നിന്നാണ് നമ്മുടെ പുറം ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ നമ്മള് ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാനുള്ളത്. അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്ത് നമ്മളെ ഉള്ളിനെ ക്ലിയർ ആക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിന്റെ മേൽ നിയന്ത്രണം ഉണ്ടാകും. ആ ഒരു സബ്ജക്റ്റ് മാറിയെന്ന് മാത്രമല്ല, അവര് ഉച്ചയ്ക്ക് ശേഷം ആ സബ്ജക്റ്റ് അവിടെ നിന്ന് വിളിച്ചിട്ട് സോറി പറഞ്ഞു. അങ്ങനെ ഒരു തിരക്കായിരുന്നു. ഞാൻ കരുതിയത് തന്നെയാണ്, അവർ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാൻ കരുതി അവരെന്തോളം എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറിയെന്ന് ഒരു നിമിഷം ആലോചിക്കുന്നതിന് പകരം അവർ തിരക്കായിരിക്കും, അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും, അവർ നമ്മളെപ്പോലെ മനുഷ്യരില്ലേ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റി. അതാണ് അതാണ് നമ്മൾ നേടിയെടുക്കാനുള്ളത്. ശാന്തമാക്കാൻ പറ്റും മനസ്സിനെ. അത് നമുക്ക് ഉള്ളിന്റെ ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വികസിക്കുമ്പോഴാണ് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടനവധി സമയവും എനർജിയും എല്ലാം ലാഭിക്കാൻ പറ്റും. അവരെ കൃത്യമായിട്ട് ചെയ്തു തരികയും ചെയ്തു. ഞാൻ ഹാപ്പിയായി, എല്ലാം ഹാപ്പി. പക്ഷെ ആ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് നെഗറ്റീവ് പെട്ടെന്ന് വന്നെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അതെനിക്ക് ഒരു പാഠവുമാകും നമുക്ക് ജീവിതം. ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഈ പ്രൈവസി വേണ്ടെന്നുള്ളൊരു വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കും. ഒരു സെക്കൻഡ്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അതിനനുസരിച്ച് ചോദിക്കാം. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ചോദിക്കാമോ? ചോദിച്ചോളൂ. നമ്മളിപ്പോ വേറൊരാൾക്ക് വേണ്ടി നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവരിൽ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടണില്ല എങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാത്തോണ്ടാണോ? ഒന്നുകൂടെ പറയൂ. വേറൊരാൾ കൊണ്ട് ഏത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയാമോ? വേണ്ടപ്പെട്ടവരുണ്ടാവുമല്ലോ, മക്കളോ ഹസ്ബൻഡോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് നമ്മൾ അവർക്ക് വേണ്ടി നല്ലൊരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവരും അതിനൊക്കെയാണ് ഉള്ളതിന്. പക്ഷെ റെസ്പോൺസ് അവരിൽ നിന്ന് കിട്ടില്ല. അവർക്കും ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ചെയ്യാൻ പറ്റണില്ല. മീൻസ് അവിടെ ചില കാര്യങ്ങളിൽ ഫെയിൽ ആയി പോവാണ്. ആക്ഷൻ വരും. ഓക്കെ. അത് അവരുടെയും കൂടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള വൈബ്രേഷനെയും കൂടെ സ്വാധീനിക്കും കേട്ടോ. അവർക്ക് കൂടെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ മാത്രം പോരാ, അവർക്കത് ആ ഒരു കാര്യം നേടണമെന്നുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ളൊരു വൈബ് അവരുടെ ഉള്ളിനകത്ത് അത് കൂടി അവരുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ സ്വാധീനിക്കും. അല്ല, അവരതിന് പ്ലാൻ ചെയ്യാനുണ്ട്, പക്ഷെ അത്രത്തോളം ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്നർ ഹീൽ ചെയ്ത് അത് വരാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ ഇന്നർ ഹീൽ ചെയ്താൽ ക്രമേണ അത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നർ ഹീൽ ചെയ്താൽ അവർ നമുക്ക് അനുകൂലമാക്കി പക്ഷെ അവർ ആ ഒരു ആക്ഷൻ എടുക്കുന്നത് നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം ഉറപ്പുവരുത്തണം. അതായത് അവരത് വിഷ്വലൈസ് ചെയ്യണം. അതെ, കറക്റ്റ്. ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ ഹോപ്പ് നോം താങ്ക് യു അങ്ങനത്തെ അതൊക്കെ ചെയ്യാം. പോസിറ്റീവായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ. അപ്പൊ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമുക്ക് അതിനകത്ത് അവരുടെ ഒരു
വൈബ് മറ്റുള്ളവർക്ക് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെയും കൂടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വൈബ് അതിനെ സ്വാധീനം ചെലുത്തും. ഓക്കെ. അത് മനസ്സിലായില്ലേ? പക്ഷേ അല്ല, നമുക്ക് മക്കളാണ്, ചെറിയ പിള്ളേരാണെങ്കിൽ ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് അത് വലിയ കുഴപ്പം വരില്ല. വലിയ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാം. അവർ ആക്ഷൻ എടുത്തോളും ക്രമേണ. പക്ഷെ അവരെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. അവരെ നെഗറ്റീവ് ആക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു പരിധിവരെ നമ്മൾ ഇന്നർ ഹീൽ ചെയ്യാത്തതിന്റെ ഒരു ഭാഗമായിരിക്കാം. അതല്ലേ? തീർച്ചയായിട്ടും അതാണ് പോയിന്റ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അതാണ് പോയിന്റ്. അതായത് കുഞ്ഞുങ്ങള്, ഞാനതാണ് കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് നമ്മൾ അവരുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ ഒരു സബ് കോൺഷ്യസ് നമ്മുടെയും കൂടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ നമ്മൾ അവര് എപ്പോഴും അവര് അലസരാണ്, വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അവരെ സ്വാധീനിക്കും. അതിന് പകരം നമ്മൾ അവരെ നല്ല ഇൻഡിവിജ്വൽസ് ആയിട്ട് കണ്ടുകൊണ്ട് അവരെ നമ്മൾ മനസ്സിനകത്ത് കൊണ്ടുവന്ന് അവർ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായിട്ട് മാറുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഹീലിംഗിലൂടെ നമ്മുടെ വൈബിനെ ഉയർത്തി നിർത്താനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പോസിറ്റീവായ സ്വാധീനം ഉണ്ടാകും. അല്ലാതെ അവര് പിന്നെ വഴിതെറ്റി പോകുമോ, ഒരു മോശക്കാരായി പോകുമോ എന്ന് ഭയപ്പെടരുത്. ആ ഭയമാണ് സത്യത്തിൽ അവരുടെ സബ് കോൺഷ്യസിനെ സ്വാധീനിക്കുന്നത്. മനസ്സിലായി? അടുത്താരാണ്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്കൊരു ഒരു ആഗ്രഹം നേടണമെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണമെന്ന്. വ്യക്തമായിട്ട് ക്ലാരിറ്റി ഉണ്ട്, അതിനുവേണ്ടി എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് അതെല്ലാം ചെയ്തിട്ടും ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ കുറെ ലേറ്റ് ആവുന്നെങ്കിൽ എന്തിന്റെ ഇതായിരിക്കും അത് തടസ്സം? ക്ലാരിറ്റി അത് വൈബിന്റെ തടസ്സമാണ്. ലോ ഓഫ് വൈബ്രേഷന് കാരണമാണ്. ആ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഗോള് എപ്പോഴും വൈബിന്റെ ബേസിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഉയർന്ന തലത്തിലുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ വൈബിന്റെ ബേസിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു വൈബിലേക്ക് ഉയരത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ സ്വന്തം വൈബിൽ വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം വൈബില്. അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള താങ്ക് യു പോലുള്ള പ്രാക്ടീസുകൾ നന്നായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി പ്രാക്ടീസുകളുണ്ട്. ഫർഗീവ്നെസ് ഉണ്ട്. മറ്റുള്ളവരോട് വിരോധവും ദേഷ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. നെഗറ്റീവായിട്ടുള്ള ഈ പറഞ്ഞ മെഡിറ്റേഷനും ഫോർഗിവ്നെസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മാനിഫെസ്റ്റേഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഈ കാര്യം ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. സാറേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ? അബ്ദുൽ ഹക്കീം, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ സാർ. എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആ പോയ 2 കുട്ടികൾ മരിച്ചത്. അത് വല്ലാതെ ആലോചനപ്പെടുത്തിയ ഭയപ്പെടുത്തിയ ചെയ്യേണ്ടത് എന്താ ചെയ്യാമത്? അത് നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ സെഷനിൽ. ആ ഒരു സബ്ജക്ട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഓവറായിട്ട് നമ്മളെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അതിനെ പിന്നെ മനസ്സിനെ അലോസരപ്പെടുത്താനും സങ്കടപ്പെടുത്താനും ചെയ്യുന്നത് സത്യത്തിൽ നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു അത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് ആശ്വാസം, മനസ്സിന് സമാധാനവും ആശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് ആ സബ്ജക്റ്റ് നമ്മളെ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷത്തോളം നമ്മോട് തന്നെ ചെയ്യുന്ന പാപമാണ്. നമ്മൾ കരുതുന്നത് നമ്മൾ ക്രിയേറ്റീവായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് സാർ പറയുന്നത്. അതെ, ആ കുടുംബത്തിന്റെ വേദന എത്രയും വേഗം മാറി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അതിനകത്ത് ഇപ്പം അബ്ദുൽ ഹക്കീമിനോ അതിനകത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ. ആ കുഞ്ഞുങ്ങളുടെ ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി രാത്രിയിലൊക്കെ ഒരു ഭയം അലട്ടെന്ന് പറയാൻ അതിന്റെ A to Z അതിന്റെ ഇൻവോൾവ് ആണ് ഞാൻ. വിഷമിക്കണ്ട. മാറൂല്ലേ? അത് നമ്മള് ഈ പ്രാക്ടീസുകൾ തന്നിട്ടുള്ള പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ചെയ്ത് നമ്മളെ സ്വയം ഉള്ളുകൊണ്ട് ശക്തിപ്പെട്ട് നിന്നാൽ മതി. എപ്പോഴത്തേക്കും സർ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ കഴിഞ്ഞ ദിവസം സാറിനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജോബിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജോബ് നന്നായി ചെയ്തിരുന്നു. പക്ഷെ അത് ആ സമയത്താണ് ആ ജോബ് പോയത്. സീനിയേഴ്സിന്റെ ഇടപെടൽ മൂലം എന്ന് പറഞ്ഞ ആ സെയിം ടൈമിൽ ഞാൻ താങ്ക് യു പറഞ്ഞിരുന്നു സർ. പക്ഷെ ഇന്ന് എനിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ അതിനെക്കാട്ടും വലിയൊരു ജോബ് ഓഫർ ലെറ്റർ എന്റെ കയ്യിൽ കിട്ടി. കൂടാതെ തന്നെ വേറൊരു ജോബ് ഇപ്പൊ കിട്ടിയ ഓഫർ ലെറ്ററിനെക്കാട്ടും ഒരു ജോബ് ഇങ്ങനെ ഏകദേശം സെറ്റ് ആയിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താങ്ക് യു പറഞ്ഞ കാരണം നമ്മൾക്ക് ഉള്ള ഒരു പുതിയൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ
തീർച്ചയായിട്ടും പ്രകൃതിയായിട്ട് ആ അത് സാഹചര്യം ഒരുക്കിയതായിരിക്കോ? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വരാനുള്ളത്. നമ്മൾ ഇന്റേണൽ ആയിട്ടല്ലാതെ നമ്മൾ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തിയല്ല നമ്മൾ നടക്കാനുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും പുതിയ ഓഫർ കിട്ടിയതിന് കൺഗ്രാജുലേഷൻസ് അല്ലേ എല്ലാവർക്കും. നേരത്തെ താങ്ക് യു, താങ്ക് ഈ യു സാർ. സുഹൃത്തിന്റെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നേരത്തെ, അതായത് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സങ്കടപ്പെട്ട് പറഞ്ഞു. ഇപ്പൊ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളത് വന്നില്ലേ? എന്തായാലും പക്ഷെ അത് നമ്മൾ പോയ എപ്പോഴും സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു താങ്ക് യു പറയുമ്പോ പുതിയത് സാർ ഒരു ദിവസം പറഞ്ഞില്ലേ, താങ്ക് യു പറയുമ്പോ ഉള്ളത് പുതിയ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഉള്ളത് നമ്മളിന്ന് പോകുന്നു. അതെ 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 അതാണ് അതിന് പറഞ്ഞത്. വേണ്ടിയിട്ടായിരുന്നു. നമ്മള് പിന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ചില ഉടച്ചുവാർക്കലുകളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നിരിക്കാം. അതിനെ നമ്മൾ എന്തും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുവാൻ നമ്മൾ ശീലിക്കണം. അങ്ങനെ കാണാൻ നമ്മൾ പഠിക്കണം. താങ്ക് യു. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമസ്കാരം. ആ നമസ്കാരം. സാറിന്റെ വീഡിയോ ഈ സീരീസ് ഇപ്പം എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പൊ ഉം. ഇന്നിപ്പോ എനിക്ക് ഉച്ചയ്ക്ക് ചെറിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ സാർ ഇന്നിപ്പം ഈ പറഞ്ഞ ഈ ഫോർഗീവ്നെസിന്റെ പ്രാക്ടീസ് പറഞ്ഞ സമയത്ത് ഓൾറെഡി ഞാൻ ആ പറഞ്ഞ സമയത്ത് തന്നെ അത് മനസ്സിൽ ഇങ്ങനെ അത് ചെയ്തു. അത് പറഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം തിരിച്ചതിന്റെ റിസൾട്ട് പോലെ ഒരു സാധനം എന്റെ മൊബൈലിൽ അതിന്റെ ഒരു മെസ്സേജ് വന്നു. ഒരു കാര്യം ഉച്ചയ്ക്ക് ഞാൻ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു കാര്യം. ആ അപ്പം ആ ഫോർഗീവ്നെസ് സാറ് പറഞ്ഞ ആ സമയത്ത് തന്നെ ഓക്കെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫോർഗീവ്നെസ് കിട്ടും. ആ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതിന്റെ ഒരു റിപ്ലൈ എനിക്കും. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച സാറിന്റെ വീഡിയോ കണ്ട സമയത്ത് ഈ സാറ് പറയുന്ന കൂടി തന്നെ അപ്പൊ അത് ഭയങ്കരമായ ഒരു പവർഫുൾ ഒരു സംഭവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ അതിന് സാറിന് താങ്ക് യു പറയുന്നു. അതോടൊപ്പം താങ്ക് തന്നെ യു. സാറ് എനിക്ക് സാറ് പറഞ്ഞ വേറെ ഈ ഭാഗ്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ കൂടുതലായിട്ട് ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്കതിപ്പം ആ സാറ് പറഞ്ഞപ്പോഴാണ് അതിന്റെ കറക്റ്റ് മീനിങ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഒരുപാട് ഞാൻ ഭാഗ്യം എന്ന് പറയുന്ന സംഭവത്തിന്, കാരണം അതായിരിക്കും നമ്മളെ ഒരുപാട് ഈ ബ്ലോക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കി. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിത്തരാനുള്ള ഒരു വലിയൊരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ, ഈ പ്രപഞ്ച ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു ശക്തിയിൽ വിശ്വസിക്കാതെ നമ്മൾ വിശ്വസിക്കുന്നത് ഔട്ടറായിട്ടുള്ള ചില ഘടകങ്ങളെയും ചില കാര്യങ്ങളെയും ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഭയങ്കര ദുർബലതയാണ്. നമ്മളെ ശക്തിയെ നമ്മൾ കൈവിട്ട് കളയുന്നതിന് തുല്യമാണ് അത്. നമുക്ക് ഉള്ളിനകത്തോട്ട് ഇതുപോലെ ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ നമ്മൾ അതിൽ പിടിച്ച് തൂങ്ങി നെഗറ്റീവായിട്ട് കയറി പോകാതെ നമ്മളെ ഉള്ളുകൊണ്ട് അതിനെ അപ്പോൾ തന്നെ സ്പോട്ടിൽ ഹീൽ ചെയ്ത അവിടെ ആ ഒരു നെഗറ്റിവിറ്റി കട്ടായി പോകും. മനസ്സിലായില്ലേ? ആ നെഗറ്റിവിറ്റി ആ ചെയിൻ പോലെ, അല്ലെങ്കിൽ പിന്നെ തുടർന്നായിട്ട് ആ ചെയിൻ പോലുള്ള സംഭവമാണ് പിന്നെ തുടർന്നായിട്ട് ലൈഫിലേക്ക് വലിയ നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നെഗറ്റീവ് സംഭവം ഇൻസിഡന്റ് കണ്ടു, ഞാൻ അതാണ് റിയാക്ഷനും റെസ്പോണ്ടിങ്ങും നമ്മൾ വ്യത്യാസം പറഞ്ഞത്. ആ റിയാക്ട് ചെയ്യാൻ നിൽക്കാതെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് അതിന് അനുചിതമായ രീതിയിൽ അതിനെങ്ങനെയാണ് അവിടെ നമ്മൾ പ്രതികരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, പ്രതികരണം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ വ്യത്യാസമായിരുന്നു. അത് എങ്ങനെയാണ് അതിനെ ഇടപെടാനുള്ളത് എന്ന് ഒരു നിമിഷം ആലോചിക്കാനുള്ള ഒരു സംയമനം നമുക്ക് നേടണം. അത് നേടാനാണ് സത്യത്തിൽ ഈ താങ്ക് യു പോലുള്ള താങ്ക് യുവിന്റെ ആ ഒരു മെഡിറ്റേഷൻ. താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ മാത്രം, നിങ്ങൾ ഏത് ഗുരുവിന്റെ കീഴിലുള്ള നല്ല മെഡിറ്റേഷൻസ് ആയാലും ശരി തന്നെ, അത് നമ്മുടെ ഉള്ളിലെ ആ സാഗരത്തെ, പ്രക്ഷുബ്ധമായ സാഗരത്തെ ശാന്തമാക്കും. ആ ശാന്തമാകുന്ന സാഗരമാണ് നമുക്ക് ഒരു നിമിഷം നിന്ന് ആലോചിക്കാനുള്ള സമയം തരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ആരെങ്കിലും നമ്മോട് മുമ്പിൽ ഒരു നിമിഷം അയാളുടെ ഒരു അബദ്ധം പറ്റിക്കുകയുണ്ടായിരിക്കും, നമ്മുടെ മുന്നിൽ നിന്നിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മളോട് പെരുമാറുന്നത്, അയാളുടെ അറിവില്ലായ്മ, അയാളുടെ ഒരു വേദനയെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് അതിനെങ്കിൽ പിന്നെ ഒരു മറുപടി പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊരു നിലപാടിലേക്ക് സ്പോട്ടിൽ ഉണ്ടാകുന്ന കാര്യം നമ്മുടെ ഉള്ളു അതേ രീതിയിൽ പ്രക്ഷുബ്ധമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ തണുപ്പിച്ചിട്ട് വേണം നമ്മൾ എന്തിനും ഇറങ്ങാൻ. അവിടെയാണ് മെഡിറ്റേഷന്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ അവിടെയാണ് ഈ ഒരു സ്പിരിച്വൽ ഉള്ളിനെ തണുപ്പിക്കാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഭിജിത്ത്. എന്തായാലും നന്നായിട്ട് ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകും കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഇതൊരു തുടക്കമാണ്. ഇങ്ങനെയാണ് വിശ്വസിച്ച് പോകാൻ. ഇങ്ങനെയാണ് ഓരോരുത്തരും വിശ്വസിച്ചെടുക്കാൻ വേണ്ടി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ വേൾഡ് ആണ് നമ്മുടെ ഔട്ടർ വേൾഡിനെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഇന്നർ വേൾഡിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഔട്ടർ വേൾഡിലെ നെഗറ്റീവായ കാര്യങ്ങളെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാനും പോസിറ്റീവായ കാര്യങ്ങൾ അകത്ത് കൊണ്ടുവന്നുകൊണ്ട് പുറത്ത് അതിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കാനും നമുക്ക് പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതിനൊരു തുടക്കമാണിത്. താങ്ക് യു. ഞാൻ മെസ്സേജസ് ഒക്കെ ഞാൻ നോക്കാം കേട്ടോ. എന്തെങ്കിലും നല്ല മെസ്സേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത സെഷനിൽ ഞാൻ പറയാം.
എന്തെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർ, ഇപ്പോ നമ്മൾ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ് ഒക്കെ ഞാനിപ്പോ മനസ്സിലാക്കുന്ന എന്താ, പുറത്ത് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ എക്സ്ട്രീംലി ഏതൊരു റീസണും, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, സാറ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞ ദിവസം എന്തോ അതേപോലെ അതെ, അതെ. ഏത് പിറകില് നമ്മള് പുറത്ത് കൊടുക്കുകയും ഹീല് ചെയ്യാത്ത എന്തോ ഒരു സംഭവം ഉണ്ട് എന്നതാണ്. അതെങ്ങനെ നമുക്ക് റിയലൈസ് ചെയ്യുന്നത്? സാറിന് എങ്ങനെ കറക്റ്റ്ലി? അത് നമ്മൾ ഈ സബ്ജക്റ്റിന്റെ എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ റിയലൈസ് ചെയ്യാം എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതായത് അകത്തൊരു വിഷയം ഉണ്ടായിട്ടാണ് പുറത്തങ്ങനെ നെഗറ്റീവ് കാണുന്നതെന്ന്. അതെ സാറ് ചെയ്തോന്ന് പറഞ്ഞല്ലോ, അതിപ്പോ അതെ അതെ നമുക്ക് അതെ 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 അങ്ങനെ തന്നെയാണ്. അത് ഞാനത് ഒരു നിമിഷം ആലോചിച്ച് വെക്കും. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസും അങ്ങനെ ആരും അങ്ങനെ ഒരു ആ രീതിയിലൊന്നും അങ്ങനെ പെരുമാറാനുള്ള എക്സ്പീരിയൻസ് കുറവായിരുന്നു. അപ്പൊ എന്റെ ലൈഫിനകത്ത് ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മൾ ഒരു നിമിഷം ഒന്ന് മുഖം ചുളിച്ചു പോലും പെരുമാറിയാൽ ഞാൻ ഒരു നിമിഷം എന്റെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കുന്നത്. എന്റെ ഉള്ളിനകത്ത് എന്ത് പറ്റിയിട്ടാണ് അദ്ദേഹം എന്നോട് എങ്ങനെ മുഖം ചുളിച്ച് പെരുമാറിയത് എന്നാണ് ഞാൻ ഒരു നിമിഷം ഞാൻ നോക്കുന്നത്. ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ ഒരു ഉള്ളിനെ ഞാൻ എൻ്റെ ഇന്റേണൽ ലോക്കസിനെ ഞാൻ ഉയർത്തി കഴിഞ്ഞു, സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞു ആ രീതിയിലേക്ക്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടായ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ ചികഞ്ഞു നോക്കി, ഞാൻ എന്തായിരിക്കും ബാക്കിലോട്ട് ഞാൻ ചികഞ്ഞു നോക്കി. 1-2 ദിവസം ബാക്കിലോട്ട് ഞാൻ ആരെയാണ് മാനസികമായിട്ട് എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് നോക്കി. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടെത്തി, ഞാൻ കുറച്ച് ആ ഒരു നിമിഷം ഞാൻ അതിനെ ഹീൽ ചെയ്യുകയാണ്. മനസ്സിനകത്ത് ക്ഷമയും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഹീൽ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സും ശാന്തമായി, ആ ഇൻസിഡന്റും ശാന്തമായി, എല്ലാം ശാന്തമായി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് മനസ്സിലാക്കാറുള്ളത്. എക്സ്റ്റേണലി ഒരു സംഭവം വന്നപ്പോഴും സാറിനെ ഹീൽ ചെയ്തപ്പോഴും അത് ക്ലിയർ ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പോ അത് സാറിനെ ഹീൽ ചെയ്തു എന്നുള്ളതാണ് അല്ലെ? ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും സാറിന് തന്നെ കൊടുത്തു അവിടെ. അതെ 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 എന്നെ ഹീൽ ചെയ്യുമ്പോൾ എന്റെ ഇന്നർ വേൾഡ് ഹീൽ ചെയ്യുമ്പോഴാണ് നാച്ചുറലി ഔട്ടർ വേൾഡ് ഹീൽ ആവുന്നത്. താങ്ക് യു. സാർ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയ. സാറെ പറഞ്ഞ വാക്കെന്താ? ഇന്റേണൽ എനിക്ക് മനസ്സിലായില്ല സാർ. അത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ലോക്കസ് ആണോ? അതെ അതെ ലോക്കസ്. ഞാനത് ഷെയർ ചെയ്യാം റാണി, ഞാനത് ഗ്രൂപ്പിൽ പിന്നെ വീഡിയോ ഷെയർ ചെയ്യാം. നോ പ്രോബ്ലം. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ്. അതായത് നമ്മുടെ നിയന്ത്രണത്തിന്റെ ആന്തരിക സ്ഥാനം. ഓക്കെ സാർ, വീഡിയോ ഷെയർ ചെയ്യല്ലോ അല്ലേ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. നമുക്കിപ്പോ മറ്റുള്ള വ്യക്തികൾ, അതുപോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തികൾ നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് നെഗറ്റീവായിട്ട് പെരുമാറുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ അകം ലോകത്ത് നമുക്ക് അവരോട് ക്ഷമിച്ചുകൊണ്ടും ബ്ലസ് ചെയ്തുകൊണ്ടും അവരെ നമുക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ അവരുടെ ആ നെഗറ്റിവിറ്റിയെ നമുക്ക് ഹീൽ ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ഞാനൊന്ന് സാറിനോട് പറഞ്ഞല്ലോ, അത് വളരെ അനുഭവത്തിൽ വന്നു സാറേ. നമ്മൾ അത് അവരോട് അകംലോകത്തിൽ ക്ഷമിച്ചിട്ട് നോക്കുമ്പോൾ. ഒരു സെക്കൻഡ്, റാണി എന്റെ സ്റ്റുഡന്റ് ആണ്. റാണിയുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ, അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കേൾക്കട്ടെ. അല്ല, ഓഫീസിൽ 2-3 പേര് നമ്മൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ അതിന്റെ കാരണം സാറിനോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായപ്പോ ഇപ്പൊ സാറ് അത് അവരെ ഫോർഗീവ് ചെയ്യുന്ന കാര്യവും നമ്മുടെ അകംലോകത്ത് മാറ്റങ്ങൾ വരുത്താനും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനും ഒക്കെ സാറ് പറഞ്ഞു തന്നു. അപ്പൊ ആദ്യമേ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. എങ്കിൽ പോലും ഞാൻ സാറ് പറഞ്ഞ അതേപോലെ ചെയ്തു. പക്ഷെ വളരെ പെട്ടെന്ന് അത് എന്താ പറയുന്നത്, വലിയൊരു റിസൾട്ടാണ് അത് ഉണ്ടായത്. വളരെ എനിക്കത് ഓർമ്മയുണ്ട്. താങ്ക് യു സോ മച്ച്. അത് അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഞാൻ അന്ന് പറഞ്ഞ ഡിസാം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഡിസാം ചെയ്യാൻ, അതായത് നിരായുധീകരിക്കണം അവരെ. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ചെയ്യാനുള്ളത് അവരെ നമ്മൾ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ മനസ്സുകൊണ്ട് നിരായുധീകരിക്കണം. അവരെ സ്നേഹം കൊണ്ട് അവര് അറിവില്ലായ്മയെ അവരുടെ ഒരു ബോധത്തിന്റെ താഴ്ന്ന ലെവലും കൊണ്ടാണ് അവർ നമ്മളോട് ആ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ അവരോട് നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുകയും ഫർഗീവ് ചെയ്യുകയും അവർക്ക് നന്മ വരണമെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് കൂടുതൽ ബോധത്തിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സബ് കോൺഷ്യസ്ലി പിന്നെ അവർക്ക് നമ്മെ കാണുമ്പോൾ നമ്മോട് ഒന്നും പറയുവാൻ കഴിയാത്ത വിധം അവർ നിരായുധീകരിക്കപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഒരു വിധത്തിലുള്ള ദേഷ്യവും വിരോധമോ ഉണ്ടാകാത്ത വിധം അവർ നിരായുധീകരിക്കപ്പെട്ടു. അതാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് ഏത് കാര്യത്തിനാണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. മറ്റ് വ്യക്തികളെ നമ്മുടെ മനസ്സിൽ അവർക്ക് നമ്മൾ ഒരങ്ങനെ വേണം നമ്മൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ അകം ലോകത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഔട്ടർ വേൾഡിലുള്ള ആളുകളുടെ ക്യാരക്ടറിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ സാർ, ഭയങ്കര റിസൾട്ട് ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും പറ്റുമോ, അങ്ങനെയൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുന്നത്, വളരെ പെട്ടെന്നാണ് അതിനകത്ത് അവർക്കൊന്നും പറയാനില്ലാത്ത പെട്ടെന്ന് അവരെ പെട്ടെന്നൊരു മാറ്റമായിരുന്നു സാർ. അത് വളരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു റാണി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നിർത്താൻ, ലേറ്റ് ആയില്ലേ? അടുത്ത എല്ലാവരും പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഞാൻ തന്ന പ്രാക്ടീസുകൾ എന്തെങ്കിലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ ഞാൻ ഇതിനകത്തുള്ള മെസ്സേജ് ഞാൻ നോക്കിയിട്ട് നല്ല മെസ്സേജ് ഞാൻ ഷെയർ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവർക്കും ഈ സെഷൻ ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. എല്ലാവരോടും സ്നേഹവും താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ബൈ.